നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാത്സല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരു രണ്ടാം ശനിയാഴ്ച കൂടെ നിങ്ങളോട് സംസാരിക്കാൻ, ദൈവവചനം പങ്കിടാൻ ദൈവം തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ 2024 ഏപ്രിൽ മാസം രണ്ടാം ശനിയാഴ്ചയും നമുക്ക് ദൈവവചനം കേൾക്കാൻ ഈ ആശ്രമത്തിൽ നിങ്ങൾക്കേവർക്കും വരാനായിട്ട് ദൈവം ഇടയാക്കിയല്ലോ. കഴിഞ്ഞ മാസത്തിൻ്റെ അവസാന ദിവസങ്ങൾ നാം വിശുദ്ധ വാരമായി ആചരിക്കുകയായിരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളും ക്രൂശീകരണവും യേശു ക്രിസ്തുവിൻ്റെ അടക്കവും ഉയർത്തെഴുന്നേൽപ്പും നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ചിലരെല്ലാം നോയമ്പ് ആചരിക്കുകയും ദൈവസന്നിധിയിൽ അവരവരെ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാനിടയായി. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ദൈവം നമ്മളെ അത്ഭുതകരമായി കാത്ത് പരിപാലിച്ചു. ദൈവത്തിൻ്റെ വഴികൾ മാർമികമാണ്, അത്ഭുതകരമാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ഈ പ്രഭാതത്തിലും നമുക്കിങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയിർപ്പിന് ശേഷം ഉയിർപ്പിനെക്കുറിച്ച് ധ്യാനിക്കാൻ ദൈവം നമുക്ക് അവസരം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് അവിടുന്ന് അനേകർക്ക് പ്രത്യക്ഷനായി. ആ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ധ്യാനിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിനായി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇന്നത്തെ ധ്യാനം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യക്ഷപ്പെടലിന്, ഒരു ആത്മീകമായ ഇടപെടലിന്, ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ഒരു എൻകൗണ്ടറിന് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അതിനു വേണ്ടി സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഇന്നെന്നോട് സംസാരിക്കണമേ, ഇന്നെന്നോട് സംസാരിക്കണമേ. ഇന്ന് കേൾക്കുന്ന വചനം എനിക്ക് വേണ്ടി ആയിരിക്കണമേ. എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ അത് കാരണമാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ശക്തമായിട്ട് കുറച്ച് സമയം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ കർത്താവായ ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു രണ്ടാം ശനിയാഴ്ച കൂടെ ഞങ്ങൾക്ക് അവിടുത്തെ വചനം ശ്രദ്ധിക്കാനും അവിടുത്തെ സന്നിധിയിൽ കടന്നു വരാനും അവിടം തന്ന വിലയേറിയ സമയത്തിനായി സ്തോത്രം. ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവേ, പാപികളായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സൈന്യങ്ങളുടെ ദൈവമായ സർവശക്തിയുള്ള ഞങ്ങളുടെ പിതാവായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സർവഭൂമിയും ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അറുക്കപ്പെട്ട കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തുവിന് ശക്തിയും ബലവും ധനവും ജ്ഞാനവും ബഹുമാനവും മഹത്വവും സ്തോത്രവും അർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ, ഒരു കൊടുങ്കാറ്റായി ഞങ്ങളുടെ മേൽ വീശണമേ. പരിശുദ്ധാത്മാവേ വരണമേ, ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളെ നവീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ. നമ്മുടെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ എന്നൊക്കെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ വായിലെ ഓരോ വാക്കുകളും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലെ ചിന്തകളും അങ്ങേക്ക് പ്രസാദമുള്ളതാക്കണമേ. തുടർന്നുള്ള സമയം അവിടെ നിന്ന് ഏറ്റെടുക്കണമേ. ഇരുട്ടിൻ്റെ ശക്തികളെല്ലാം മാറ്റണമേ. ജാഗ്രതയോടെ ഉണർന്നിരുന്ന് ദൈവവചനം കേൾക്കാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൽ നിന്നാണ്. 25 വാക്യങ്ങളാണ് യോഹന്നാൻ 21-ൽ നമ്മൾ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയിർപ്പിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ മാസത്തിൻ്റെ അവസാന ദിവസങ്ങൾ ധ്യാനിച്ചത്. യേശുവിൻ്റെ പീഡാനുഭവങ്ങളും ക്രൂശീകരണവും അടക്കവും
യേശുവിൻ്റെ ഉയർപ്പും. യേശുവിൻ്റെ മരണം ഒരിക്കലും അവസാനമായിരുന്നില്ല. ക്രൂശ് ഒരിക്കലും അവസാനമായിരുന്നില്ല. യേശു മരണത്തെ ജയിച്ചു, ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. നമ്മളെല്ലാവരും പാടി ദൈവത്തെ സ്തുതിക്കുന്നത് പോലെ ഹാ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു, യേശു ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. യേശു ഉയർത്തെഴുന്നേറ്റിട്ട് അവിടുന്ന് പല സമയങ്ങളിലായി പലർക്കും പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ പല സാഹചര്യങ്ങളിലുള്ള പ്രത്യക്ഷപ്പെടലിലൂടെ ഒരു പ്രത്യക്ഷപ്പെടലാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് വായിച്ചതും 21-ാം അധ്യായത്തിൽ നിന്നാണ്. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിൽ 25 വാക്യങ്ങളിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രത്യക്ഷതയെ യോഹന്നാൻ വിശദമാക്കുകയാണ്. യോഹന്നാൻ മാത്രമാണ് ഈ ഒരു പ്രത്യക്ഷപ്പെടൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു ചെയ്ത 8 അടയാളങ്ങളാണ് കാണുന്നത്. അതിൽ 8-ാമത്തെ അടയാളം ഉയിർപ്പിന് ശേഷം ഉള്ള അടയാളമാണ്. അത് ഈ അടയാളമാണ്. ഉയിർപ്പിന് ശേഷം യേശു ചെയ്ത അടയാളം എന്ന് പറയുന്ന ഒരേ ഒരു അടയാളം ഇത് മാത്രമാണ്. യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ചെയ്ത ഒരു അടയാളം യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്നാണ് ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് പല സാഹചര്യങ്ങളിൽ പല അനുഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടത്, ദൂതന്മാർ വന്ന് സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെട്ട് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞത്, യെരുശലേമിൽ നിന്ന് എമ്മാവുസിലേക്ക് ശിഷ്യന്മാർക്ക് യേശു തന്നെ വെളിപ്പെട്ടവരോട് കൂടെ നടന്നത് ലൂക്കോസ് മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന വിശദമായ സംഭവം. മർക്കോസും അത് ഒറ്റ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ 1 കൊരിന്ത്യർ 15-ാം അധ്യായം പഠിക്കുമ്പോൾ അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെ പൗലോസ് അപ്പോസ്തലൻ വിശദീകരിക്കുന്നിടത്ത് അതിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, ഒരു ദിവസം 500-ലധികം പേർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു. 1 കൊരിന്ത്യർ 15-ന്റെ 6-ൽ 500-ലധികം പേർക്ക് യേശു ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നു. 8-ാം വാക്യത്തിൽ 1 കൊരിന്ത്യർ 15-ന്റെ 8-ൽ പറയുന്നു, ഒടുവിൽ അകാലപ്രജയായ എനിക്കും പ്രത്യക്ഷപ്പെട്ടു. അകാലപ്രജ പൗലോസ് സ്വയം തന്നെ സൂചിപ്പിക്കുന്നതാണ്, തന്നെ പരിചയപ്പെടുത്തുന്നതാണ്. ആരാണ് പൗലോസ് എന്ന് അദ്ദേഹം പറയുകയാണ്, ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് പദം. ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം. നമ്മൾ ചാവിള്ള എന്നൊക്കെ പറയത്തില്ലേ, ഡ്യൂ ടൈമിന് മുൻപ്, പ്രസവിക്കപ്പെടേണ്ട സമയത്തിന് മുൻപ്, അല്ലെങ്കിൽ അതിന് മുൻപോ പിൻപോ, ആ സമയത്തല്ലാതെ അകാലപ്രജ, അകാലമായി ജനിക്കേണ്ടി വന്ന ആൾ. അപ്പം മരിച്ച് നമുക്ക് കിട്ടിയ ഒരു കുട്ടി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനമില്ലാത്ത മരിച്ചവൻ. ഒരു ഇടയ്ക്കിടയ്ക്കൊക്കെ അത് പറയുന്നുണ്ട്, പാപികളിൽ ഞാൻ ഒന്നാമൻ. അങ്ങനെ ജീവിച്ച എനിക്കും പ്രത്യക്ഷപ്പെട്ടു. സ്തോത്രം. ആ പ്രത്യക്ഷപ്പെടൽ 1 കൊരിന്ത്യർ 15-ന്റെ 8 വായിക്കാൻ നമുക്ക് മനസ്സിലാകും. ആ പ്രത്യക്ഷപ്പെടൽ ഒരു സാധാരണ പ്രത്യക്ഷപ്പെടലല്ല. അത് നിരന്തരമായി ഇന്നും അനേകർക്ക്, നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രത്യക്ഷപ്പെടലാണ്. യേശു ഇന്നും അനേകർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ 21-ാം അധ്യായം 1 മുതൽ യോഹന്നാൻ സുവിശേഷം 23 വരെ പഠിക്കുമ്പോൾ ഞാൻ അതിൽ നിന്ന് ഇന്ന് നിങ്ങളോട് 4 കാര്യങ്ങളാണ് പറയണം എന്ന് വിചാരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ശക്തമായി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശക്തി നമ്മളെല്ലാവരും അനുഭവിക്കാനിടയാകട്ടെ. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശക്തി. സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഉയർത്ത കർത്താവിൻ്റെ പ്രത്യക്ഷതയാണ് യോഹന്നാൻ 21-ൽ കാണുന്നത്. ഉയർത്ത കർത്താവിൻ്റെ പ്രത്യക്ഷത എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയല്ല. കാരണം അത് ഇന്നും
ക്രൈസ്തവ സഭ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് കഴിഞ്ഞ 2000 വർഷങ്ങളായി. എന്തെല്ലാം പ്രതികൂലങ്ങളാണ് ക്രൈസ്തവ സഭയ്ക്ക് ഉണ്ടാകുന്നത്, എന്തെല്ലാം പ്രതികൂലങ്ങൾ. ഞാനിപ്പോൾ വടക്കേ ഇന്ത്യയിൽ കൂടുതൽ സമയവും ചെലവിടുന്നുകൊണ്ട് എനിക്കറിയാം. ഓരോ ദിവസവും ഓരോ വെല്ലുവിളികളാണ്, ഓരോ പ്രതിസന്ധികൾ, ഓരോ പ്രശ്നങ്ങൾ. ന്യൂനപക്ഷ സമുദായങ്ങളായ നമുക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, പള്ളികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ, വളരെ ആസൂത്രിതമായ സഭാ നേതൃത്വങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന വ്യവഹാരങ്ങൾ, ക്രൈസ്തവ സഭയെ ഉന്നം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ലോകം മുഴുവനും ഉള്ള ആക്രമണങ്ങളാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നമുക്കറിയാം, ഇത് കഴിഞ്ഞ 2000 വർഷങ്ങളായി. യേശുവിൻ്റെ കാലത്തിന് തൊട്ട് പിൻപ് തന്നെ തുടങ്ങിയതാണ്. പക്ഷേ അങ്ങനെ ഇത്രയും പ്രതികൂലം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ക്രൈസ്തവ സഭ വളരുന്നത്? എന്തുകൊണ്ട് മിഷൻ ഫീൽഡുകൾ വളരുന്നു? എന്തുകൊണ്ട് ആൾക്കാർ ഇന്നും രക്ഷിക്കപ്പെട്ട് ഈ ക്രൈസ്തവ മാർഗം സ്വീകരിക്കുന്നു? ഇപ്പം മതപരിവർത്തനം എന്നതാണ് ക്രൈസ്തവർക്കെതിരെ പറയുന്ന ഏറ്റവും വലിയ ഒരു ആരോപണം. പക്ഷേ മറ്റൊരു വിധത്തിൽ ചിന്തിച്ചാൽ എന്തുകൊണ്ട് മതപരിവർത്തനം ചെയ്യുന്നു? എന്തുകൊണ്ടാണ് മറ്റു മതങ്ങൾ വിട്ട് ക്രിസ്തു വിശ്വാസത്തിലേക്ക് ആൾക്കാർ വരുന്നത്? അപ്പം അതിനകത്ത് ഒരു ആകർഷണ ശക്തി, ഒരു ഊർജം, ഒരു ആത്മീക ബലം അതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളത് അവർ തന്നെ സമ്മതിക്കുന്നതാണ്, എതിർക്കുന്നവർ തന്നെ സമ്മതിക്കുന്നതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിലെ ക്രൈസ്തവ സഭയുടെ വളർച്ചയെക്കുറിച്ച് ചർച്ച് ഗ്രോത്ത് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഒരു പഠനം നടത്തി. അപ്പോൾ അതിൻ്റെ വൺ ഓഫ് ദി ഡയറക്ടർമാരിൽ ഒരാൾ എന്നോട് പങ്കിട്ടതാണിത്, എന്നോട് സംസാരിച്ചതാണ്. അതിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ അദ്ദേഹം എന്നെ കാണിച്ചതാണ്. ഒരു സ്റ്റഡിയുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ മെത്തഡോളജിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി എന്നോട് സംസാരിച്ചതാണ്. അപ്പം അദ്ദേഹം പറയുന്നത് ഒരു കൃത്യമായ ശാസ്ത്രീയ പഠനമാണത്. അപ്പം അതിൽ അദ്ദേഹം പറയുന്നത് ഭാരതത്തിൽ ക്രൈസ്തവ സഭ വളരുന്നു, എല്ലാ സംസ്ഥാനങ്ങളിലും വളരുന്നു, ദിനംപ്രതി ആൾക്കാർ രക്ഷിക്കപ്പെടുന്നു, സ്നാനപ്പെടുന്നു, പുതിയ പുതിയ കൂട്ടായ്മകൾ രൂപപ്പെടുന്നു. എങ്ങനെയാണ് ഇത്രയും ശക്തമായി സഭകൾ വളരുന്നത്? ഒരുപാട് മിഷണറിമാർ ജയിലിലടയ്ക്കപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പള്ളികൾ പൂട്ടിക്കിടക്കുന്നുണ്ട്, ഒരുപാട് പള്ളികൾ തീ വെച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്, മിഷണറിമാരെ കൊന്നുകളയുന്നുണ്ട്. അങ്ങനെയുള്ള ചരിത്രങ്ങൾ നമുക്കറിയാം. ദേശീയവും അന്തർദേശീയവുമായ മാധ്യമങ്ങളിൽ ശ്രദ്ധ വന്നിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഭാരതത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്തുകൊണ്ടാണ് സാധാരണ ജനങ്ങളും വിദ്യാസമ്പന്നർ പോലും ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത്? അപ്പം ഇതിനെക്കുറിച്ചാണ് ഈ സ്റ്റഡി, ഈ പഠനം. ഈ പഠനത്തിൽ ഒരുപാട് ചോദ്യാവലികളുണ്ട്, ക്വസ്റ്റ്യനെയറുണ്ട്, ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട്, അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള ടൂൾ ഓഫ് ഡേറ്റ കളക്ഷൻ അനുസരിച്ച് ഒരുപാട് ഡേറ്റ അവർ കളക്ട് ചെയ്തു, ശേഖരിച്ചു. അതനുസരിച്ച് അതിനെ അപഗ്രഥിച്ചു നോക്കിയപ്പോൾ പല ചോദ്യങ്ങളാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ക്രിസ്തു വിശ്വാസത്തിൽ വന്നത്? എതിർപ്പുകളുണ്ടായിരുന്നു നിലനിൽക്കാൻ കാരണം എന്താണ്? എന്നാണ് നിങ്ങൾ ക്രിസ്തു വിശ്വാസത്തിൽ വന്നത്? സ്നാനപ്പെട്ട ആളാണോ അല്ലയോ? ആരാധനയ്ക്ക് നിരന്തരം പോകുന്നുണ്ടോ ഇല്ലയോ? എവിടെയാണ് ആരാധനയ്ക്ക് പോകുന്നത്? എത്ര ജനറേഷൻ കൊണ്ടാണ് നിങ്ങൾ ക്രിസ്തു? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിനകത്ത്. ഈ ചോദ്യങ്ങളെല്ലാം കൂടെ ഒടുവിൽ അപഗ്രഥിച്ച് വന്നപ്പോൾ അതിലെ ഉത്തരമെന്ന് പറയുന്നത് 80% ജനം, മോർ ദാൻ 80% ഓഫ് ന്യൂ കൺവേർട്സ്, പുതുതായി വിശ്വാസത്തിലേക്ക് വരുന്നവരിൽ 80% ജനം ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്നത് അനുഭവങ്ങളിലൂടെയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെയാണ്. രോഗശാന്തി അനുഭവിച്ചതിലൂടെ, ഭൂതശാന്തി അനുഭവിച്ചതിലൂടെ, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ടതിലൂടെ, പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചതിലൂടെ, അവരനുഭവിച്ച മനസമാധാനത്തിലൂടെ, അവരനുഭവിച്ച അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെയാണ് ഇവർ ക്രിസ്തു വിശ്വാസത്തിൽ വന്നിരിക്കുന്നത്. ചിലർ ദർശനങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു, ചിലർക്ക് അവരവർക്ക് തന്നെ ലഭിച്ച അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നു. അവരവർ തന്നെ കർത്താവിനെ കണ്ട കാര്യങ്ങളെ പറയുന്നു. സാധാരണ ആൾക്കാർ, ഗ്രാമീണരായ ആൾക്കാർ, വിദ്യാസമ്പന്നം ഇല്ലാത്ത ആൾക്കാർ,
വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാർ, എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ പോലും പറയുകയാണ്, ഞങ്ങൾ കർത്താവിനെ കണ്ടു, ഞങ്ങളുടെ വീട്ടിൽ യേശു വന്നു, ഞങ്ങൾ യേശുവിനെ അനുഭവിക്കുന്ന എത്ര അനുഭവങ്ങൾ ദിനം പ്രതി നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ജനം കൂട്ടമായി ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ അവിടെയായി രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിൽ വരുന്നതെന്ന് ചോദിച്ചാൽ, ഇത്രയും പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടും ആസൂത്രിതമായി ക്രൈസ്തവരെ ഉന്മൂലനാശം ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടും എന്തുകൊണ്ട് ക്രൈസ്തവ സഭ വളരുന്നു ചോദിച്ചാൽ എൻ്റെ ഉത്തരം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാണ് ഒടുവിൽ അകാലപ്രജയായ എനിക്കും അവിടെ നിന്ന് പ്രത്യക്ഷനായി. ഹല്ലേലൂയ, സ്തോത്രം. 500-ലധികം സഹോദരന്മാർക്ക് ഒരിക്കൽ പ്രത്യക്ഷനായി, അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷനായി, കേഫാവിന് പ്രത്യക്ഷനായി എന്നൊക്കെ പറഞ്ഞിട്ട് പൗലോസ് പറയാണ് അവസാനമായി, ഒടുവിൽ അവസാനം പിന്നെ പ്രത്യക്ഷപ്പെട്ടില്ലെന്നല്ല, ഒടുവിൽ അകാലപ്രജയായ ഒരു പ്രയോജനവുമില്ലാത്തവനായ എനിക്കും അവൻ പ്രത്യക്ഷനായതുകൊണ്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഇത് എഴുതുന്നത്. ഇതാണ് പൗലോസ് സംസാരിക്കും. ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനുണ്ട്, കർത്താവ് എന്നെ തൊട്ടു, എന്നെ അനുഗ്രഹിച്ചു, കുപ്പക്കുഴിയിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിച്ചു, പൊടിയിൽ നിന്ന് എന്നെ ഉയർത്തി, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു. ഞാനെന്നേ നശിച്ചു പോകേണ്ടതായിരുന്നു, സ്തോത്രം, ഞാനെന്നേ നശിച്ചു പോകേണ്ടതായിരുന്നു, എന്നാൽ യേശു എന്നെ കൈതൂക്കി എടുത്തു. നിങ്ങൾക്കെല്ലാവർക്കും പറയാനുണ്ട്, എല്ലാവർക്കും പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്ത കർത്താവിൻ്റെ പ്രത്യക്ഷതയാണ് നമ്മൾ യോഹന്നാൻ 21:1 മുതൽ 23 വരെ കാണുന്നത്. ഇന്നത്തെ പ്രഭാതത്തിൽ ഇതിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഉയർത്ത കർത്താവ് യാഥാർത്ഥ്യമാണ്. ദ റിസൺ ക്രൈസ്റ്റ്, ദ റിസൺ ലോർഡ് ഈസ് റിയൽ. ദ റിസൺ ലോർഡ് ഈസ് റിയൽ ഫോർ യു ആൻഡ് മീ. എല്ലാ ദിവസവും ഉയർത്ത കർത്താവ് എനിക്കും നിങ്ങൾക്കും യാഥാർത്ഥ്യമാണ്. സ്തോത്രം. എല്ലാ ദിവസവും രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഉയർത്ത കർത്താവിനെ നമ്മൾ അനുഭവിക്കുകയാണ്. യേശുവേ, നീ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് കൊണ്ട് ഞാനും ഇതാ ഇന്ന് ജീവിക്കുകയാണ്. നീ ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. സ്തോത്രം. ഈ പ്രാവശ്യത്തെ ഈസ്റ്റർ പ്രഭാതത്തിൽ ഞാൻ കഴിഞ്ഞ മാസം ഈസ്റ്റർ പ്രഭാതത്തിൽ മാർച്ച് 31 ഞാൻ ചെലവിട്ടത് തിരുനെൽവേലിയിലെ ഒരു ഇംഗ്ലീഷ് ചർച്ചിലായിരുന്നു. അവിടുത്തെ ആരാധന മധ്യേ അവിടുത്തെ കൊയർ പാടിയ പാട്ടതായിരുന്നു, ബിക്കോസ് ഹി ലീവ്സ്, അവൻ ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു, അവൻ ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങളും ജീവിക്കും. പ്രിയപ്പെട്ടവരെ, യേശു ജീവിക്കുന്നത് കൊണ്ടാണ്, യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ്, അവിടുത്തെ ഉയർപ്പ് യാഥാർത്ഥ്യമായതുകൊണ്ടാണ് നിങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ക്രൈസ്തവ സഭ 2000 വർഷമായി നിലനിൽക്കുന്നത്. എന്തെല്ലാം മാറി മറിഞ്ഞിട്ടും, എന്തെല്ലാം തത്വസംഹിതകൾ തകർന്നടിഞ്ഞിട്ടും, എന്തെല്ലാം സംസ്കാരങ്ങൾ വെറും ഓർമ്മയായി പോയിട്ടും ക്രൈസ്തവ വിശ്വാസവും സഭയും ഇന്നും നിലനിൽക്കാൻ കാരണം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ്. ദ റിസൺ ലോർഡ് ഈസ് റിയൽ. വെറുമൊരു മതമല്ല, വെറുമൊരു വിശ്വാസമോ അന്ധവിശ്വാസമോ അല്ല, വെറും പുസ്തകത്തിൽ കാണുന്ന കുറേ തത്വശാസ്ത്രമല്ല ക്രിസ്തീയത എന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതനുഭവിച്ചുകൊണ്ട് ഇന്നും അനുഭവിക്കുന്ന ജനലക്ഷങ്ങളോടൊപ്പം നമുക്കും യേശുവിനെ അനുഭവിക്കാം. കർത്താവിനെ മുറുകെ പിടിക്കാം. ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഉയർത്ത കർത്താവേ, എൻ്റെ പ്രതിസന്ധികളേക്കാൾ വലിയവനെ, എൻ്റെ വേദനകളേക്കാൾ വലിയവനെ, എന്നെ ഉള്ളതുപോലെ അറിയുന്നവനെ, സർവജ്ഞാനിയായ കർത്താവേ എന്ന് പറഞ്ഞ് നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. ഉയർത്ത കർത്താവ് നിങ്ങളെ വിടുവിക്കും. ഞങ്ങളാരും തന്നെ ഇന്ന് വന്നതുപോലെ മടങ്ങിപ്പോവുകയില്ല. ഒരു മനുഷ്യനല്ല നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കർത്താവാണ്. ഈ പ്രാർത്ഥനാ സ്ഥലം കഴിഞ്ഞ 31 വർഷമായി, 1991 തുടങ്ങി കഴിഞ്ഞ 31 വർഷമായി ഇവിടെ നിലനിൽക്കുന്നത് അനേകരുടെ കണ്ണുനീരിനെ തുടയ്ക്കാൻ, കുഴിയിൽ നിന്ന് പിടിച്ചുയർത്താൻ, ആത്മഹത്യയിൽ നിന്ന് കരകയറ്റാൻ, അനേകരെ സൗഖ്യമാക്കാൻ, അവരുടെ പ്രതിസന്ധികളിൽ കൂടെ നിൽക്കാൻ കർത്താവ് അവർക്ക് കൃപ കൊടുക്കുന്നത് കൊണ്ടാണ്. മനുഷ്യർക്കാർക്കും അവർക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. സ്തോത്രം. ആരുടെയെങ്കിലും എന്തെങ്കിലും പ്രഹസനങ്ങൾ കാണാനല്ല നമ്മളിവിടെ വരുന്നത്. എൻ്റെ പ്രഹസനങ്ങൾ കാണാനല്ല, എന്നെ കാണാനല്ല,
നിങ്ങൾ വരുന്നത് കർത്താവിൽ നിന്ന് കേൾക്കാനാണ്. യേശു ഇവിടെ ഉണ്ട്. ഏത് യേശു? ഉയർത്ത യേശു. ഉയർത്ത യേശു. യേശുവിനെ മാത്രം നോക്കുവിൻ, ശ്രദ്ധിച്ച് നോക്കുവിൻ, യേശുവിനോട് പ്രാർത്ഥിക്കുവിൻ. ഇവിടെ നിങ്ങൾ ചെലവിടുന്ന ഓരോ നിമിഷവും യേശുവിനോട് പ്രാർത്ഥിക്കുക. ശക്തമായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വിഷയങ്ങളെല്ലാം പറയുക. ഭാരങ്ങൾ ഇറക്കി വെച്ചിട്ട് പോവുക. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത അല്ല അത്. ഒരിക്കലും ഒരു സ്ഥലത്തിന് ഒരു അത്ഭുതം ചെയ്യാൻ കഴിയുമെന്നോ ഒരു വ്യക്തിക്ക് അത്ഭുതം ചെയ്യാൻ കഴിയുമെന്നോ അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഉയർത്ത യേശുവിന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കഴിയും. ഇവിടെ വന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ 2 3 പേർ കൂടുന്നിടത്ത് ഞാനുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിനെയാണ് നമ്മൾ അനുഭവിക്കുന്നത്, നമ്മൾ അനുഭവിക്കേണ്ടത്. അത് ഈ പ്രഭാതത്തിലും നിങ്ങൾക്ക് അനുഭവിക്കാൻ കർത്താവ് സഹായിക്കും. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മൾ തുടർന്ന് പിന്നെയും വായിക്കുമ്പോൾ ഈ യേശുവിൻ്റെ ഇവിടുത്തെ പ്രത്യക്ഷതയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അത് തൻ്റെ അപ്പോസ്തലന്മാരുടെ പിന്മാറ്റ കാലത്ത് യേശു ചെയ്ത ഒരു പ്രത്യക്ഷതയാണ്. യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേറ്റു എന്ന് യേശു പ്രത്യക്ഷപ്പെട്ട് കാണിച്ചിട്ടും ശിഷ്യന്മാർ അവരുടെ പഴയ ജോലിക്ക് പോകുന്നതായി നാം കാണുന്നു. അതാണ് 21-ാം അധ്യായം. മറ്റ് സുവിശേഷങ്ങളിൽ, അതായത് സമവീക്ഷണ സുവിശേഷങ്ങളിൽ ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവർ മീൻ പിടിക്കാനായിട്ട് പഴയ പണിക്ക് വേണ്ടി പോവുകയാണ്. നമുക്കെല്ലാവർക്കും ആ കഥ അറിയാവുന്നതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാൽ ആ സമയത്ത് കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. അതാണ് 21-ാം അധ്യായത്തിലെ പ്രത്യക്ഷത. പിന്മാറ്റത്തിൻ്റെ സമയത്തുള്ള പ്രത്യക്ഷതയാണ്. അത് വെറുതെ ഒരു പ്രത്യക്ഷപ്പെടലല്ല. കർത്താവ് ഗലീല കടലിൻ്റെ കരയിൽ തീരത്ത് ഈ ശിഷ്യന്മാരെ, ഈ പിന്മാറ്റത്തിലേക്ക് പോയ ശിഷ്യന്മാരെയും കാത്തു നിൽക്കുകയാണ്. എങ്ങനെയാണ് നിൽക്കുന്നത്? അവർക്ക് അപ്പോൾ ആവശ്യമുള്ള പ്രാതലും ഒരുക്കി കാത്തു നിൽക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നു, തീക്കനലും അപ്പവും മീനും ഒരുക്കി, ആ തീക്കനലിൽ വച്ച മീനും അപ്പവും ഒരുക്കി കാത്തിരിക്കുകയാണ്. പ്രാതൽ, ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി കാത്തിരിക്കുകയാണ്. ഒരു ബാർബേക്യൂ ഒരുക്കി കാത്തിരിക്കുകയാണ്. രാത്രി മുഴുവനും അധ്വാനിച്ച് ക്ഷീണിച്ചു പോയ അപ്പോസ്തലന്മാർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് കാത്തിരിക്കുകയാണ് കർത്താവ്. അവരുടെ പ്രാഥമിക ആവശ്യം അതായിരുന്നു. ക്ഷീണിച്ച് വലഞ്ഞു പോയ അപ്പോസ്തലന്മാർക്ക് ഭക്ഷണം കൊടുക്കുക. അതിനൊക്കെ വേറെ യോഹന്നാൻ സുവിശേഷം ഇതിൽ കാണുന്നത് കൊണ്ട്, യോഹന്നാൻ എഴുതിയത് കൊണ്ട് നമുക്കതിന് ചില അർത്ഥങ്ങളൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷെ അതിലേക്കൊട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. വെറും ഉപരിപ്ലവമായി നമ്മൾ ചിന്തിച്ചാൽ പോരാ. തീക്കനലും അതിൻ്റെ പുറകത്ത് വച്ചിരിക്കുന്ന മീനും അപ്പത്തിനൊക്കെ വ്യാഖ്യാനികൾ വേറെ അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കാരണം തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ നമ്മൾ എടുക്കേണ്ടതാണ്. എന്നാൽ അതിലുപരി ഇത് അടയാളങ്ങളുടെ സുവിശേഷമായതുകൊണ്ട് അതിന് ചില അർത്ഥങ്ങളുമുണ്ട് എന്നാണ് ഇതിൻ്റെ വ്യാഖ്യാനികൾ, സുവിശേഷത്തെ വ്യാഖ്യാനിച്ച ദൈവശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. 153 മീനും അവർക്ക് കൊടുക്കുകയാണ്. എന്താണ്? അവരോട് മീൻ പിടിക്കാനായിട്ട് വലത്തോട്ട് നീക്കി മീൻ പിടുത്തൻ വലയിറക്കാൻ പറയുന്നു. വലയിറക്കുന്നു. പെരുത്ത മീൻകൂട്ടം. എത്ര? 153 മീന് കൊടുക്കുന്നു. ഈ 153 എന്നുള്ളതിനും ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉള്ളതായിട്ടതാണ് വ്യാഖ്യാനികൾ പറയുന്നത്. വ്യാഖ്യാനികൾ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഞാൻ വായിച്ചു. പക്ഷെ അതൊന്നും പറഞ്ഞ് നിങ്ങളെ ഞാൻ ആശയക്കുഴപ്പത്തിലാക്കുന്നില്ല. വളരെ പ്ലെയിനായിട്ട്, വളരെ ലളിതമായി പറഞ്ഞാൽ 153 കാണിക്കുന്നത് ധാരാളത്തെയാണ്. ധാരാളം, പൂർണ്ണം. പല സ്പീഷീസ് ഓഫ് ഫിഷ് എന്നും പറയുന്നത്. പല തരം മീനുകൾ, 153ഓളം തരത്തിലുള്ള മീനുകളുണ്ടെന്നാണ് ഒരാൾ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ തരം എന്നുള്ള അർത്ഥത്തിലും പറയും. മറ്റൊരാൾ പറയുന്നത് ലോകം മുഴുവനും എന്ന അർത്ഥത്തിലാണ്. എന്നാൽ നമുക്ക് വളരെ ലളിതമായി മനസ്സിലാക്കാവുന്നത് യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 30-31 പറയുന്നത്, ഈ അടയാളങ്ങളെല്ലാം യേശു ചെയ്തത് ഈ അടയാളങ്ങൾ നമ്മൾ കണ്ട് വായിച്ച് വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് നമുക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും എന്നാണ്. സമൃദ്ധിയായ ജീവൻ, അബണ്ടന്റ് ലൈഫ്.
അതുകൊണ്ട് ഈ 153 കാണിക്കുന്നത് അബണ്ടൻസ് ആണ്. അബണ്ടൻറ്റ് ലൈഫ്. യഹൂദന്മാർ 50 പ്ലസ് 1 എന്ന് പറയും. 51 എന്ന് പറയുന്നത് തന്നെ വലിയ അബണ്ടൻസ് ആണ്. നമ്മൾ പറയാം 51 രൂപ, 50 രൂപയും 1 രൂപയും കൂടെ കൊടുക്കും. അതുപോലെ യഹൂദന്മാർ 51, അങ്ങനെ 51, അങ്ങനെയുള്ള 153 അതുപോലെ ഒരു അബണ്ടൻസ് ആണ്, സമൃദ്ധിയായ ജീവൻ. അവർക്ക് അപ്പോൾ ആവശ്യമുള്ള പ്രാതലും സമൃദ്ധിയായ ജീവനും കർത്താവ് നമുക്ക് തരുന്നത്, നമുക്ക് അന്നന്ന് ആവശ്യമുള്ളതും എന്നാൽ ഒടുവിലായി നിത്യജീവനും. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് നിത്യജീവനാണ്, അനന്തജീവൻ. നിത്യജീവൻ മാത്രമല്ല, ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതും അവിടം തരാൻ ശക്തനാണ്. അതുകൊണ്ടാണ് മത്തായി 7:7, ലൂക്കോസ് 11:9 യേശു പഠിപ്പിച്ചത്, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, ചോദിക്കുവിൻ. മക്കൾ അപ്പനോട് ചോദിച്ചാൽ അപ്പൻ കൊടുക്കില്ലേ? അതുകൊണ്ട് നിങ്ങളും ചോദിക്കൂ എന്ന് പറയാൻ കാരണം അതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തെന്ന് അപ്പൻ അറിയുന്നു എന്നും യേശു പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ, ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ, അവിടെ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, അത്യാഗ്രഹമല്ല, അനാവശ്യമല്ല, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തരുമെന്നല്ല ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഇന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് കർത്താവ് അറിയുന്നു. അതുമാത്രമല്ല കർത്താവ് തരുന്നത്, സമൃദ്ധിയായ ജീവനും തരുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിത്യജീവനും തരുന്നു. നമ്മളിങ്ങനെയുള്ള കൂട്ടായ്മകളിൽ വരുന്നതും പള്ളിയിൽ പോകുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും, നമ്മൾ ദിവ്യബലിയിൽ, വിശുദ്ധ കുർബാനയിൽ അല്ലെങ്കിൽ തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്നതും, നമ്മുടെ കുറവുകളെ ഏറ്റുപറയുന്നതും, ദൈവസന്നിധിയിൽ വരുന്നതും, കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കുന്നതും ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നിലനിർത്താനാണ്. ഈ സമൃദ്ധിയായ ജീവനിലേക്കുള്ള യാത്രയിൽ കർത്താവേ, ഞാൻ നഷ്ടപ്പെട്ടു പോകരുതേ, നശിച്ചു പോകരുതേ, വീണു പോകരുതേ, ഒടുവിലെൻ്റെ പേരില്ല എന്നറിയാൻ ഇടയാകരുതേ എന്ന് ഉള്ള പ്രാർത്ഥനയാണ്, അഭ്യർത്ഥനയാണ്. ആ അഭ്യർത്ഥനയിൽ എപ്പോഴും നിലനിൽക്കാൻ സ്തോത്രം. കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ പ്രഭാതത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്നൊരു കർത്താവുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുന്നൊരു കർത്താവുണ്ട്. മക്കളെ ഓർത്താണോ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത്? സാമ്പത്തിക ഞെരുക്കമാണോ? രോഗമാണോ? അയ്യോ എനിക്ക് ആരുമില്ല എന്നുള്ള ഭാരമാണോ? എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ചിന്തയാണോ? കർത്താവ് എന്നെ കൈവിട്ടോ എന്നുള്ള ചിന്തയിലാണോ ഈ അപ്പോസ്തലന്മാർ മീൻ പിടിക്കാൻ പിന്നെയും പോയത്? കർത്താവ് അവരെ പിന്നെയും വിളിക്കുകയാണ്. കർത്താവ് അവരെ മടക്കിക്കൊണ്ടുവരും. പിന്മാറ്റത്തിൻ്റെ സമയത്തിലുള്ള പ്രത്യക്ഷതയാണ് നമ്മളിവിടെ കാണുന്നത്. പ്രാർത്ഥനാ ജീവിതത്തിൽ പിന്മാറിപ്പോയി ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഉപവാസ പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങൾ പിന്മാറിപ്പോയെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാരണങ്ങളാൽ നിരാശപ്പെട്ട് ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ടും എന്താണ് പ്രയോജനം, ദിനം പ്രതി പ്രതിസന്ധികൾ കൂടുന്നതല്ലാതെ കുറയുന്നില്ലല്ലോ എന്നുള്ള വിഷമത്തോടെ നിങ്ങൾ പിന്മാറ്റത്തിലാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുകയാണ്. അന്ന് പ്രത്യക്ഷപ്പെട്ട കർത്താവ്, ഗലീല കടലിൻ്റെ കരയിൽ പ്രത്യക്ഷപ്പെട്ട കർത്താവ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് ഇത് പറയാനാണ്. സ്തോത്രം. മൂന്നാമത്തെ കാര്യം നമ്മളിവിടെ വായിക്കുന്നത്, നമ്മുടെ മനസ്സിലാക്കുന്നത്, കർത്താവ് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം തൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായ ശീമോൻ പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. നമുക്കെല്ലാവർക്കും ഇതറിയാം, ഒരു തരത്തിൽ ഇതൊരു ആവർത്തനമായിരിക്കും, എന്നാലും സൂചിപ്പിക്കുകയാണ്. ചോദ്യം ഇതാണ്: യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇവയിലധികമായ സ്നേഹം, അഗപ്പേ സ്നേഹം നിനക്ക് എന്നോടുണ്ടോ എന്ന രീതിയിലാണ് ഇതിൻ്റെ മൂലഭാഷയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ശീമോൻ പത്രോസ് പറയുന്നു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവ് പിന്നെയും ചോദിക്കുന്നു,
ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. മൂന്നാമത് ചോദിക്കുന്നു, നിനക്കെന്നോട് സ്നേഹമുണ്ടോ? നിനക്കെന്നോട് ഫിലിയ ഉണ്ടോ? ചങ്ങാത്തമുണ്ടോ? ഫ്രണ്ട്ഷിപ്പുണ്ടോ? ഇഷ്ടമുണ്ടോ എന്ന അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. ആ സമയത്ത് ശിമോൻ പത്രോസ് വളരെ വിഷമത്തോടെ പറയുന്നു, കർത്താവേ, നീ സകലവും അറിയുന്നു. കർത്താവിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും, ബൈബിളിലെ എല്ലാ ചോദ്യങ്ങൾക്കും, എല്ലാ പ്രസംഗങ്ങളുടെയും നടുവിൽ, എല്ലാ പ്രസംഗങ്ങളും, നമ്മൾ എത്രയോ പ്രസംഗം കേട്ടിട്ടുണ്ട്, എത്രയോ ഓൾട്ടർ കോൾ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്, എത്രയോ തീരുമാനങ്ങൾക്കായി നമ്മൾ കൈ ഉയർത്തിയിട്ടുണ്ട്, എത്രയോ പ്രസംഗങ്ങളുടെ മുൻപിൽ നമ്മൾ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ആത്യന്തികമായി പ്രിയപ്പെട്ടവരെ, ഓരോ പ്രസംഗത്തിൻ്റെയും ഓരോ വചന ശുശ്രൂഷയുടെയും അവസാനം ആത്യന്തികമായി നമ്മുടെ കൺക്ലൂഷൻ എന്തായിരിക്കണം എന്നാണ് ഇതിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. യോഹന്നാൻ പറയുന്നതാണ്. എന്താണ്? കർത്താവേ, നീ സകലവും അറിയുന്നു. സകലവും അറിയുന്ന ഒരു കർത്താവിൻ്റെ മുൻപിൽ നമുക്കൊന്നും അവകാശപ്പെടാനോ നമുക്കൊന്നും പറയാനോ പുകഴാനോ ഒന്നുമില്ല. ഒന്നും പറയാനില്ല. നമ്മൾ അവിടെ സൈലൻ്റ് ആവുകയാണ്. കർത്താവെല്ലാം അറിയുന്നു എന്ന് പറയുമ്പോൾ പിന്നെ നമുക്കവിടെ ഒന്നും പറയാനില്ല. ദെൻ വി വിൽ ബിക്കം സൈലൻറ്റ്. ഒരു വലിയ സൈലൻസിലേക്ക് നടത്തുന്ന ഭക്തിയാണ്, ഒരു മൗനത്തിലേക്ക് നടത്തുന്ന ഭക്തിയാണ്. ആത്മീയതയുടെ ഒരു ഉന്നതമായ അനുഭവമാണത്. അതെപ്പോഴാണ് ഉണ്ടാവണമെന്ന് ചോദിച്ചാൽ, കർത്താവ് സകലവും അറിയുന്നു എന്നുള്ള തിരിച്ചറിവിലാണ്. അതെപ്പോഴാണ് ഉണ്ടാവണമെന്ന് ചോദിച്ചാൽ, ആവർത്തിച്ചുള്ള കർത്താവിൻ്റെ ചോദ്യങ്ങളുടെ നടുവിലാണ്. പ്രതിസന്ധികൾ വന്നപ്പോൾ, പ്രതികൂലങ്ങൾ വന്നപ്പോൾ, പരിശോധനകൾ വന്നപ്പോൾ, ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഈ ലോകത്തിൽ നമുക്കുണ്ടായപ്പോൾ, അപ്പോഴൊക്കെ ഈ വചനത്തിലൂടെ, അനുഭവങ്ങളിലൂടെ കർത്താവ് നമ്മളോട് ചോദിക്കുകയായിരുന്നു, പ്രസംഗിക്കുകയായിരുന്നു. ശിമോൻ പത്രോസിനോട് പ്രസംഗിച്ചതുപോലെ ഒടുവിൽ ഉത്തരം മുട്ടിയിട്ട്, കർത്താവേ, നീ സകലവും അറിയുന്നു. ഇന്ന് പ്രഭാതത്തിൽ ആ ഒരു തിരിച്ചറിവ് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വലിയ മനസമാധാനമുണ്ട്. സ്തോത്രം! സകലവും അറിയുന്ന സ്വർഗത്തിലൊരു അപ്പൻ എനിക്കുണ്ട്. ഹല്ലേലൂയ! എന്തൊരു വലിയ തൃപ്തിയാണെന്നറിയാം ആ സമയത്ത്. ആ ഒരു തൃപ്തിയുള്ള സമയത്താണ് കർത്താവ് പറയുന്നത്, ഒരു വലിയ ജോലി കൊടുക്കുന്നത്. ആ ജോലിയാണ് യോഹന്നാൻ്റെ മകനായ ശീമോനായ പത്രോസിന് കൊടുത്തതായിട്ട് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. എന്താണ് കൊടുത്തിരിക്കുന്നത്? ഈ സഭയുടെ പരിപാലനം, ജനത്തിൻ്റെ പരിപാലനം, ജനത്തെ പാലിക്കാൻ, കുഞ്ഞാടിനെ പാലിക്കാൻ, ദേശത്തെ പാലിക്കാൻ, ജനത്തെ പാലിക്കാനുള്ള ടെൻഡിങ് ദ ഷീപ്പ് എന്ന് പറയുന്ന ഒരു വലിയ ജോലി കൊടുക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി പറയാനുണ്ട്, അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. പുറപ്പാട് പുസ്തകം 3 മുതലുള്ള വിളിയാണത്. മോശയെ വിളിച്ച വിളിയാണത്. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ ചുരുക്കം. അതുകൊണ്ട് കൊയ്ത്തിനായി വേലക്കാർ അയക്കേണ്ട യജമാനോട് അപേക്ഷിപ്പൻ, പ്രാർത്ഥിപ്പിൻ. കാരണം എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ജനം തെറ്റിച്ചിനി നടക്കുന്നു. അതുകൊണ്ട് ഈ ജനത്തെ, ഈ ആടുകളെ പാലിക്കാം. മിഷനാണ്, പ്രേക്ഷിതദൗത്യമാണ്, വലിയ വിളിയാണ്. അങ്ങോട്ടും ഞാൻ വളരെ ആഴമായി കിടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഞാൻ സകലവും അറിയുന്നു എന്ന ഒരു സ്റ്റേജിൽ, കർത്താവേ, നീ സകലവും അറിയുന്നു, ദൈവമേ, യേശുവേ, അവിടെ നിന്നെല്ലാം അറിയുന്നു എന്ന് അറിയുന്ന ഒരു സ്റ്റേജിൽ എത്തുന്ന ഒരു വ്യക്തി പ്രേക്ഷിത ദൗത്യം ആരംഭിക്കും. കാരണം ദൈവത്തെ അറിഞ്ഞ ഏറ്റവും വലിയ അറിവാണ്. പിന്നെ അടങ്ങിയിരിക്കാൻ കഴിയില്ല. അവന് സൈലൻസിലെത്തും, നിശബ്ദത്തിലെത്തും. ആ നിശബ്ദത അവനെ കൊണ്ടുപോകുന്നത് ഒരു വലിയ ഭാരത്തിലായിരിക്കും, പ്രേക്ഷിത ദൗത്യത്തിൻ്റെ ഭാരത്തിലായിരിക്കും. സ്തോത്രം! അവന് പിന്നെ പരാതികളില്ല, പരിഭവങ്ങളില്ല. കാരണം എന്താണ്? കർത്താവ് സകലവും അറിയുന്നു. സകലവും അറിയുന്ന കർത്താവിനെയാണ് അവൻ പിന്തുടരുന്നത്. അവന് അല്ലെങ്കിൽ അവൾക്ക് സകലവും നൽകുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം! ആ ഒരു സ്റ്റേജിൽ എത്തുന്നവൻ വേണം ശരിക്കും പറഞ്ഞാൽ ഈ പ്രേക്ഷിത ദൗത്യം ചെയ്യാനും. ദൈവം അവനെ ശുശ്രൂഷകൾ ഏൽപ്പിക്കും. കർത്താവ് നിങ്ങളെയും ഇവിടെ ഇരിക്കുന്ന പലരെയും അത്തരത്തിലുള്ള ശുശ്രൂഷക്കാരായിട്ട് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. കർത്താവ് ഇനിയും നിങ്ങളെ അതിനുവേണ്ടി ശക്തീകരിച്ച് ബലപ്പെടുത്തട്ടെ.
എന്തായാലും ആ ചോദ്യം ഒരിക്കൽ കൂടെ പറയുന്നു. കർത്താവ് ചോദിക്കുകയാണ്, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ജനത്തെ പാലിക്കണം, ഈ ജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യണം. അപ്പോൾ ഈ ഒരു ചിന്ത ഈ ദിവസങ്ങളിൽ നമുക്ക് വരുമ്പോഴാണ് നമ്മുടെ മിഷനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, കർത്താവ് നമ്മളെ തരുന്നു, നമുക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നു, നമ്മളെ നടത്തുന്നു, നിത്യജീവനിലേക്ക് നടത്തുന്നു. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. തുടർന്ന് കർത്താവ് നമ്മളെ ഒരു പ്രേക്ഷിത ദൗത്യവും കൂടെ ഏൽപ്പിക്കുകയാണ്. അതാണ് GMAയുടെ ശുശ്രൂഷകളും ആശ്രമ ശുശ്രൂഷകളും എല്ലാം ചെയ്യുന്നത്. ഇന്ന് നിങ്ങളിവിടെ കേട്ടതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുന്നത് അവിടെയാണ്. അവസാനമായിട്ട് ഇവിടെ നമ്മൾ ഈ അധ്യായത്തിൽ കാണും, 21-ാം അധ്യായത്തിൽ ശ്രദ്ധയോടെ വായിച്ചാൽ നമ്മൾ മറ്റ് സമവീക്ഷണ സുവിശേഷങ്ങൾ മത്തായി, മാർക്കോസ്, ലൂക്കോസ് വായിച്ചു നോക്കുക. അവിടെയെല്ലാം കാണുന്നത് യേശു ഉയർത്തെഴുന്നേറ്റു, അവസാനമായിട്ട് അവിടെ നിന്ന് സ്വർഗാരോഹണം ചെയ്തു എന്നാണ് കാണുന്നത്. മത്തായി സുവിശേഷത്തിലും സ്വർഗാരോഹണം ചെയ്തു, മാർക്കോസ് സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലും. യോഹന്നാൻ സുവിശേഷം മാത്രം ഒരാൾ വായിക്കുകയാണെങ്കിൽ യേശു സ്വർഗാരോഹണം ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നില്ല. യേശു ഗലീലാക്കടലിൻ്റെ കരയിൽ ഈ ചോദ്യവും ചോദിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് സ്വർഗാരോഹണം ചെയ്തു പോയതായിട്ട് യോഹന്നാൻ സുവിശേഷത്തിൽ കാണുന്നില്ല. എന്നാൽ ഈ സ്വർഗാരോഹണം ചെയ്തു പോയി നമുക്കറിയാം, അങ്ങനെയുള്ള അനുഭവങ്ങളാണ് മറ്റ് സുവിശേഷങ്ങളിൽ കാണുന്നത്, അതുപോലെ തന്നെ ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലൊക്കെ കാണുന്നത്. എന്നാൽ യോഹന്നാൻ സുവിശേഷം അനുസരിച്ച് യേശു ഇന്നും അല്ലെങ്കിൽ അപ്പോൾ അവിടെ നിൽക്കുകയാണ്. ഇവിടെ ഗലീലാക്കടലിൻ്റെ കരയിൽ യേശു നിൽക്കുകയാണ്. ഈ ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് പത്രോസിനോട് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞുകൊണ്ട് യേശു അവിടെ നിൽക്കുകയാണ്, ഗലീലാക്കടലിൻ്റെ കരയിൽ നിൽക്കുകയാണ്. ഇന്നും യേശു നമ്മളോട് കൂടെ എപ്പോഴും കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷം അവസാനിപ്പിക്കുന്നത്. കരയിൽ നിന്ന് പടകമെടുത്ത് പിന്മാറ്റക്കാരായി മീൻ പിടിക്കാൻ പോകുന്ന, പഴയ പണിക്ക് പോകുന്ന ക്രിസ്തുവിനെ വിട്ട് കരയിൽ നിന്ന് കടലിലേക്ക്, ഈ ലോകത്തിൻ്റെ കടലിലേക്ക്, ആഴക്കടലിലേക്ക്, പാപക്കടലിലേക്ക് പോകുന്നതെൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നും കാത്തു നിൽക്കുന്ന ഒരു കർത്താവ്, അവരുടെ മടങ്ങിവരവിനെ കൊതിച്ച് കാത്തു നിൽക്കുന്ന ഒരു കർത്താവ്, ഇന്നും ഒരു ലൈറ്റ് ടവറായിട്ട്, ഒരു വഴിവിളക്കായിട്ട് ഇതാ അവിടെ നിൽക്കുകയാണ് കർത്താവ്. ഒരു വിളക്ക് ഗോപുരമായിട്ട് കടലിൻ്റെ കരയിൽ കർത്താവ് നിൽക്കുന്നു, ശിഷ്യന്മാരുടെ മടങ്ങിവരവിനെയും കാത്ത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കർത്താവ് യോഹന്നാൻ സുവിശേഷം 21 കാണുന്നു. യേശു അവിടെ ഉണ്ട്. ആ യേശു എവിടെ ഉണ്ട്? ഇന്ന് ഇവിടെ ഉണ്ട്. ഇതേ യോഹന്നാൻ തന്നെ എഴുതിയ വെളിപ്പാട് പുസ്തകത്തിൽ എഫെസോസ് സഭയ്ക്ക് വെളിപ്പെടുന്ന കർത്താവ് സഭയുടെ നടുവിൽ നടക്കുന്നവനായി അവിടെ ഉണ്ട്, മാറാത്തവനായി നിൽക്കുകയാണ്. ഇന്ന് യേശു നമ്മുടെ ഇടയിലുണ്ട്. 48 അധ്യായങ്ങളാണ് യെഹെസ്കേലിൻ്റെ പുസ്തകത്തിലുള്ളത്. അതിൻ്റെ അവസാന വാക്യം 48-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം എഴുതി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എന്ന് മുതൽ യെരുശലേം ദേവാലയം പണിയപ്പെടുന്ന ഒരു വെളിപ്പാട് അവിടെ കാണുകയാണ്. ഒരു വെളിപ്പാട്, യെരുശലേം നഗരം എന്ന് പറയാം, നഗരം. ആ നഗരം പണിയപ്പെടുന്ന വെളിപ്പാടാണ്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളിലുള്ളതുപോലെ അത് പണിത് തീർന്നു കഴിഞ്ഞപ്പോൾ അന്ന് മുതൽ നഗരത്തിന് യഹോവ ഷമ്മ എന്ന് പേരാകും. യഹോവ അവിടെ എന്നതിനർത്ഥം ദൈവം അവിടെ, ആ സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവം ഇവിടെ, ഗാഡ് ഈസ് there, ജീസസ് ഈസ് there. ഇമ്മാനുവേലായിട്ട് യേശു പറയാണ്, 2-3 പേർ കൂടുന്നിടത്ത് ഞാനുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മത്തായി ഇതിനെ മനോഹരമായി അവസാനിപ്പിക്കുകയാണ്. മത്തായി ഒരു വാഗ്ദത്തമായി തന്നെ പറയുകയാണ്. മത്തായി പറയാണ്, യേശു പറയാണ്,
നിങ്ങൾ പുറപ്പെടുവിൻ, ഞാനോ ലോക അവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ട്. മർക്കോസ് വിശേഷവും അങ്ങനെ തന്നെ എഴുതി അവസാനിപ്പിക്കുന്നത്. അവിടുന്ന് അപ്പോസ്തലന്മാരോട് കൂടെ ഇരുന്നു. ഇന്ന് കർത്താവ് യോഹന്നാനും പറയുന്നു, ഇതാ ഇവിടെ അവിടുന്ന് നിൽക്കുന്നു. അങ്ങനെ വാക്യം അവിടെ എഴുതിയിട്ടില്ലെങ്കിലും ഇന്ന് കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. നിങ്ങളുടെ വേദനകളിലുണ്ട്, നിങ്ങളുടെ വിഷയങ്ങളിലുണ്ട്. പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളിലും കർത്താവ് കൂടെ ഉണ്ട്. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. വരിക, നമുക്ക് പ്രാർത്ഥിക്കാം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടതുപോലെ, പ്രത്യക്ഷപ്പെട്ടതുപോലെ ഇന്ന് അവിടുന്ന് നമുക്ക് പ്രത്യക്ഷപ്പെടുന്നു. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ടൊരുങ്ങാം. എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരിലേക്കും ദൈവത്തിൻ്റെ അത്യന്തപരമായ ശക്തി വ്യാപരിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവനായ ഞങ്ങളുടെ സ്വർഗീയ കർത്താവായ ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നിവിടെ കൂടി വന്നിരിക്കുന്ന അങ്ങയുടെ എല്ലാ മക്കൾക്ക് വേണ്ടിയും അടിയൻ പ്രാർത്ഥിക്കുന്നു. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് വാക്ക് പറഞ്ഞ കർത്താവേ, ഇന്നിവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും ദൂരെ നിന്നും അടുത്തു നിന്നും ഇവിടെ കടന്നു വന്ന് യേശോപ്പാ എന്ന് നിലവിളിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവേ, രാത്രി മുഴുവനും അധ്വാനിച്ച് നിരാശയോടെ പിന്മാറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന അപ്പോസ്തലന്മാരുടെ നടുവിൽ ഇറങ്ങി വന്ന് അവർക്ക് 153 ധാരാളം മത്സ്യത്തെ കൊടുത്ത് സമൃദ്ധിയായി ജീവൻ നൽകുന്ന കർത്താവേ, ഇന്ന് ഇവിടെ വേദനയോടെ, തകർന്ന ഹൃദയത്തോടെ, ഒത്തിരി ഭാരങ്ങളോടെ, ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളോടെ ഇന്നിവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ചടിയൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം മഴ തന്നെ ഞാൻ നിങ്ങളുടെ മേൽ പെയ്യുമെന്ന് പറഞ്ഞ കർത്താവേ, ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവശക്തി ഇറങ്ങണമേ. ദൈവശക്തി ഇറങ്ങണം അപ്പാ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും, ഞങ്ങളുടെ എല്ലാവരുടെയും കുറവുകളെ, കുറ്റങ്ങളെ അവിടെ നിന്ന് ക്ഷമിക്കണമേ. പാപങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് നിത്യജീവൻ്റെ ഉറപ്പ് എല്ലാവർക്കും തന്ന് ബലപ്പെടുത്തണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, പാപികളായി ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവേ, പാപികളായി ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവശക്തി കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ കർത്താവേ. പിന്മാറ്റത്തോടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പിന്മാറ്റങ്ങളെ മാറ്റണമേ, മടക്കി കൊണ്ടുവരണമേ. ഈ ഉയിർപ്പിൻ ദിവസങ്ങൾ അവരുടെ ജീവിതത്തിൽ ആശീർവദിക്കപ്പെട്ട ദിവസങ്ങളാക്കി മാറ്റണമേ. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ അതേ സന്തോഷത്തോടും ആഹ്ലാദത്തോടും ജീവിക്കാൻ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും വേണ്ടി അടിയൻ അപേക്ഷിക്കുന്നു. കർത്താവേ സ്തോത്രം. രോഗത്തോടെ വന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാം. അവരവരുടെ ഭാഗങ്ങളിൽ, രോഗമുള്ള, വിഷമങ്ങളുള്ള, വേദനകളുള്ള ഭാഗങ്ങളിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പകർച്ചവ്യാധികളെ മാറ്റണം ദൈവമേ. രക്തസമ്മർദ്ദം, ഉയർന്ന BP വന്ന് ഭാരപ്പെടുന്നവരുണ്ട്. ലോ BP കൊണ്ട് ഭാരപ്പെടുന്നവരുണ്ട്. BP നോർമലാക്കണമേ കർത്താവേ. ഡയബറ്റീസിനെ നോർമലാക്കണമേ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ. കൊളസ്ട്രോൾ കൂടിയിരിക്കുന്നു, എത്ര മരുന്ന് കഴിച്ചിട്ടും സൗഖ്യമാകുന്നില്ലെന്ന് ഭാരപ്പെടുന്നവരുണ്ട്. അവരെ വിടുവിക്കണമേ. ഒരു വിടുതൽ അവർക്ക് നൽകണമേ. കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട് അപ്പാ. കരൾ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ സൗഖ്യമാക്കണമേ. ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പച്ചാ ഒരു വിടുതൽ നൽകണമെന്ന് പിതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം. കണ്ണിൻ്റെ പ്രയാസത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവം അവരെ സൗഖ്യമാക്കണമേ. കേൾവിയുടെ പ്രയാസത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ സൗഖ്യമാക്കണമേ. വാദസംബന്ധമായ രോഗങ്ങളോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. തൊട്ട് പിടിപ്പിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. സൈനസൈറ്റിസ് കൊണ്ട് ഭാരപ്പെടുന്നവരുണ്ട്. അടിക്കടിയായിട്ടത് വേദനയായി, ഇൻഫെക്ഷനായിട്ട്, പനിയായിട്ടൊക്കെ ഭാരപ്പെടുത്തുന്നു. സ്പോണ്ടിലൈറ്റിസ് വന്ന് ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവേ അവരെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധമായ രോഗങ്ങളാൽ മഞ്ഞപ്പിത്തം വന്നിട്ടത് മാറുന്നില്ല, അത് ലിവറിനെ ബാധിച്ചിരിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവേ രക്തത്തിൻ്റെ അംശങ്ങളെ നോർമലാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അടിയൻ അപേക്ഷിക്കുന്നു. അതുപോലെ വിവിധമായ രോഗങ്ങൾ,
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ഈ പ്രഭാതത്തിൽ വലിയ ദൈവശക്തി ഇറങ്ങണമേ, 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 ഇറങ്ങണം അപ്പച്ച. ഒരു പ്രകൃത്യാതീത രോഗശാന്തി ഓരോരുത്തരും അനുഭവിക്കാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിയൻ അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വലിയ സാമ്പത്തിക വിഷമത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, കടഭാരത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു വിടുതൽ അവർക്ക് കൊടുക്കണം ദൈവമേ. പ്രഭാതത്തിൽ ഭാരം ഇറക്കി വയ്ക്കപ്പെട്ടവരായിട്ട് മടങ്ങിപ്പോകാൻ സഹായിക്കണമേ. സാമ്പത്തികമായ വലിയ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണം. കടഭാരങ്ങൾക്കൊരു മോചനം കൊടുക്കണമപ്പ. അവരുടെ കടം തീർക്കാനുള്ള വഴി തുറന്നു കൊടുക്കണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ വിനയമായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. മക്കൾക്ക് വേണ്ടി കരയുന്നവരുണ്ടപ്പ. യേശുവേ, ഒരു വിടുതൽ അവർക്ക് നൽകണമപ്പ. മക്കൾ അനുസരിക്കുന്നില്ല, അനുസരണത്തിൻ്റെ ആത്മാവിനെ പകരാമെന്ന് പറഞ്ഞ കർത്താവേ, കുഞ്ഞുങ്ങളുടെ മേൽ അനുസരണത്തിൻ്റെ ആത്മാവിനെ പകരണമേ. സ്പിരിറ്റ് ഓഫ് ഒബീഡിയൻസ്, സ്പിരിറ്റ് ഓഫ് സബ്മിസീവ്നെസ്, സ്പിരിറ്റ് ഓഫ് സബ്മിഷൻ കുഞ്ഞുങ്ങളുടെ മേൽ പകരണമേ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അടിയൻ അപേക്ഷിക്കുന്നു. വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങളുടെ കർത്താവേ, കുഞ്ഞുങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും അങ്ങയുടെ ആണിപ്പഴുതുള്ള കരം വയ്ക്കണമേ എന്നടിയിൽ വിനയമായി പ്രാർത്ഥിക്കുന്നു. നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഉന്നത വിജയം കൊടുക്കണമപ്പ. പഠിച്ചതെല്ലാം ഓർമ്മപ്പെടുത്തി കൊടുക്കണമപ്പ. ഇനിയും പഠിക്കാനുള്ള ബുദ്ധി ജ്ഞാനവർക്ക് കൊടുക്കണമപ്പ. സകല ജ്ഞാനത്തിൻ്റെ ഉറവിടമായ കർത്താവേ, കുഞ്ഞുങ്ങളുടെ പരീക്ഷകളിൽ ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണമേ. രോഗങ്ങളോ പ്രയാസങ്ങളോ ഒന്നും വരരുതപ്പച്ച. ഇപ്രാവശ്യത്തെ പരീക്ഷ അവർ ഏറ്റവും ഉന്നതമായി എഴുതാൻ സഹായിക്കണമേ. എഴുതിയിരിക്കുന്ന പരീക്ഷകളിൽ ഉന്നത ജയം കൊടുക്കണമേ. റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഈ മാസം ഉന്നത വിജയം അവർ അറിയട്ടെ. ഉന്നത വിജയം അടുത്ത മാസം അവർ വലിയ സാക്ഷ്യവുമായി കടന്നു വരട്ടെ. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പച്ച. സ്തോത്രം. ഹല്ലേലൂയ. വിവിധ ടെസ്റ്റുകൾ എഴുതുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലികൾക്ക് വേണ്ടി ടെസ്റ്റ് എഴുതുന്നവർ ഉന്നത വിജയം അവർക്ക് കൊടുക്കണമേ. നല്ല ഉയർന്ന ജോലികൾ കൊടുക്കണമേ. എൻ്റെ നാമം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളെ ഉയർത്തുമെന്ന് വചനം പറയുന്നല്ലോ അപ്പ. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു ഉയർച്ച ദൈവം കൊടുക്കണം. തടസ്സങ്ങളെല്ലാം മാറ്റണമെന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അത്ഭുതം നടക്കട്ടെ, നടക്കട്ടെ, നടക്കട്ടെ. വിവാഹം നടക്കണം കർത്താവ്. അതിനുള്ള തടസ്സങ്ങളെ ദൈവം എടുത്തു കളയണമേ. എന്തെങ്കിലും ആഭിചാരങ്ങളോ ക്ഷുദ്രപ്രയോഗങ്ങളോ വിളിച്ചപേക്ഷകളോ ശാപങ്ങളോ ഉണ്ടെങ്കിൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ നെഗറ്റീവായിട്ടുള്ള ഇരുട്ടിൻ്റെ ശക്തികളെയും മാറിപ്പോകാൻ അടിയൻ പ്രാർത്ഥിക്കുന്നു. മാറിപ്പോകണമേ, മാറിപ്പോകണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. അങ്ങനെയുള്ള ശക്തികളെ മാറ്റണമേ അപ്പ. മാറ്റി കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു ജോലി കിട്ടാതെ പ്രാർത്ഥിക്കുന്നവരുണ്ടപ്പ. നല്ലൊരു ജോലി അവർ പ്രതീക്ഷിക്കുന്നത് പോലെ ഉയർന്നൊരു ജോലി അവർക്ക് നൽകി ദൈവം സഹായിക്കണമേ. ഒരു ട്രാൻസ്ഫറിന് വേണ്ടി, പ്രമോഷന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവ്, ഈ പ്രഭാതത്തിൽ അവരുടെ ജീവിതത്തിലും ഒരു അത്ഭുതം നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. ഓടി ഓടി വന്ന് എത്രയോ ദൂരെ നിന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ഒരു ആശ്വാസം കിട്ടുമെന്ന് പ്രാർത്ഥിക്കുന്നവരാണല്ലോ കർത്താവേ. അവരുടെ വേദനയോട് അവർ മടങ്ങിപ്പോകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. സ്തോത്രം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ലെന്ന് വചനമുണ്ടല്ലോ കർത്താവേ. ദാസൻ്റെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ കൃപ ചെയ്യുവോളം ഞങ്ങൾ അങ്ങിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ മക്കൾക്ക് വേണ്ടി അടിയനും പ്രാർത്ഥിക്കുന്നു അപ്പാ. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല. യേശുവേ, സ്തോത്രം. ഞങ്ങൾക്കല്ലപ്പാ, പേരിനോ പ്രശസ്തിക്കോ അല്ല, അങ്ങയുടെ മക്കളുടെ വിടുതലിനായി തിരുനാമ മഹത്വത്തിനാക്കി തീർക്കണമേ. ഒരു അത്ഭുതമെന്ന് നടത്തണമെന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടപ്പാ. ഒരു വീട് കിട്ടണം, ഒരു വീട് ലഭിക്കണം. താമസിക്കാനൊരു വീടില്ല, അവർക്ക് വേണ്ടി വഴി തുറക്കണമേ. അത്ഭുതം നടക്കണമെന്ന് അപേക്ഷിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അതിൻ്റെ തടസ്സങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശത്രുതകളാൽ ഭാരപ്പെടുന്നവരുണ്ട്. ശത്രുതകളാൽ, അയൽക്കാരെന്നുള്ള ശത്രുത, മറ്റുള്ളവരെന്നുള്ള ശത്രുത, കൂടെ ജോലി എന്നുള്ള ശത്രുത, വീട്ടുകാരിൽ നിന്നുള്ള ശത്രുത അപ്പാ, അങ്ങനെയുള്ള മക്കൾക്കൊരു വിടുതൽ ഈ പ്രഭാതത്തിൽ കൊടുക്കണമപ്പാ. അവരുടെ എനിമിറ്റി, അവരുടെ ശത്രുത മാറിപ്പോകട്ടെ. സ്തോത്രം, സ്തോത്രം. ഒരുത്തിൻ്റെ വഴി യഹോവയ്ക്ക് പ്രസാദമാകുമ്പോൾ അവൻ്റെ ശത്രുക്കളെ അവനോട് ഇണക്കുന്നല്ലോ. ഇണങ്ങി വരട്ടെ, ഇണങ്ങി വരട്ടെ, ഇണങ്ങി വരട്ടെ. എല്ലാവരോടെയും ഇണങ്ങി ഒരു സമാധാനമുള്ള ജീവിതം നയിക്കാൻ അങ്ങയുടെ മക്കൾക്ക് കൃപ കൊടുക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അടിയൻ അപേക്ഷിക്കുന്നു അപ്പച്ച.
സ്തോത്രം. വസ്തു വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടപ്പാ. എത്രയോ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. ദൈവം അവരുടെ വഴി തുറന്നു കൊടുക്കണമേ. നല്ല വിലയ്ക്ക് വിറ്റവരുടെ ബുദ്ധിമുട്ടുകൾ മാറി അവരുടെ ആവശ്യങ്ങൾ നടക്കാൻ ദൈവം സഹായിക്കണമേ എന്ന വിഷയത്തിന് വേണ്ടി യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. തടസ്സമുണ്ടാക്കുന്ന മനുഷ്യരോ തടസ്സമുണ്ടാക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം അത് മാറ്റിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ വസ്തുക്കളുടെ മേൽ ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തം പുരട്ടി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഈ നിമിഷം ഈ പ്രഭാതത്തിൽ ഒരു അത്ഭുതം നടക്കട്ടെ. സ്തോത്രം ചെയ്യുന്നു. കുടുംബ സമാധാനമില്ലാതെ പ്രാർത്ഥിക്കുന്നവരുണ്ടപ്പാ. കുടുംബ സമാധാനമില്ല. എത്രയോ നാളുകളായി കുടുംബ സമാധാനമില്ല. കുടുംബ സമാധാനം വരട്ടെ. സംശയങ്ങൾ മാറണമേ. തെറ്റിദ്ധാരണകൾ മാറണമേ. പരസ്പരമുള്ള ബഹളങ്ങളും ലഹളകളും മാറണമേ. അവരുടെ കുടുംബത്തിൽ സമാധാനം വരണമേ. സകല ബുദ്ധിയും കവിയുന്ന സമാധാനം അവരുടെ കുടുംബങ്ങളിൽ വരണമേ. ഭിന്നതകൾ മാറണമേ. അനാവശ്യമായവരുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന വഴക്കുകളും ശണ്ടകളും കോടതി വ്യവഹാരങ്ങളും ദൈവം മാറ്റിക്കൊടുക്കണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പാ അടിയൻ വിനയമായി പ്രാർത്ഥിക്കുന്നു. ഒരു അത്ഭുതം അവരുടെ കുടുംബത്തിൽ നടക്കണമേ. ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിച്ച് മടങ്ങിപ്പോകുമ്പോൾ ചില വിടുതലുകൾ അവരുടെ കുടുംബത്തിൽ നടക്കുന്നത് അവർ അനുഭവിക്കട്ടെ. അനേക വർഷങ്ങളായിട്ടുള്ള കെട്ടുകൾ അഴിയണമേ. ഈ പ്രഭാതത്തിൽ ഉയർത്ത കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അടിയൻ അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കർത്താവായ ദൈവമേ, ദൈവവേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേകം ദൈവവേലക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. ദൈവ ശുശ്രൂഷ ചെയ്യുന്നവർ, കൂട്ടായ്മകൾ നടത്തുന്നവർ, കൺവെൻഷനുകളിൽ പോകുന്നവർ, സഭകൾ നടത്തുന്നവർ, പാസ്റ്റർമാർ, സുവിശേഷകന്മാർ, കർത്താവെ അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവേലക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ മേലും ദൈവശക്തി ഇറങ്ങണമേ. അഭിഷേകം ചെയ്യണമേ. സുവിശേഷകന്മാരെ അഭിഷേകം ചെയ്യണമേ. ദൈവവേല ചെയ്യുന്നവരെ ശക്തീകരിക്കണമേ. സഭകൾ നടത്തുന്നവരെ അഭിഷേകം ചെയ്യണമേ. ഒരു പുതിയ അഭിഷേകം എന്ന് കൊടുക്കണമേ. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിറയ്ക്കണമേ. മധ്യസ്ഥതയുടെ ആത്മാവിനാൽ നിറയ്ക്കണമേ. പ്രലോഭനങ്ങളിൽ നിന്നവരെ വിടുവിക്കണമേ. ഈ ലോകം പ്രലോഭനങ്ങൾ നിറഞ്ഞതാണെന്ന് തിരിച്ചറിഞ്ഞ് വിശുദ്ധിയോടെ നടക്കാനുള്ള ഒരു ദൈവത്തിൻ്റെ ശക്തി അങ്ങയുടെ മക്കളുടെ മേൽ പകരണമേ. ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ദൈവശക്തി, ഒരു പുതിയ നിറവ് ഓരോരുത്തരും അനുഭവിക്കാൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ വരവിന് വേണ്ടി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ സർവശക്തിയുള്ള ഞങ്ങളുടെ പിതാവായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സർവ്വഭൂമിയും അങ്ങയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ സ്തോത്രം. അറക്കപ്പെട്ട കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തുവിന് ശക്തിയും ബലവും ധനവും ജ്ഞാനവും ബഹുമാനവും മഹത്വവും സ്തോത്രവും അർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ. ഒരു കൊടുങ്കാറ്റായി ഞങ്ങളുടെ മേൽ വീശണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളെ അങ്ങയുടെ സാക്ഷികളാക്കി മാറ്റണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളെല്ലാവരെയും ശുദ്ധീകരിക്കണമേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവശക്തി ഇറങ്ങട്ടെ. ദൈവശക്തി ഇറങ്ങട്ടെ. അത്യന്തം പരമായി ദൈവശക്തി വ്യാപരിക്കണമേ. 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 ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം കർത്താവേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാവരെയും സമാധാനത്തോടെ അയക്കണമപ്പാ. ഈ തങ്ങളുടെ മക്കൾ സമാധാനത്തോടെ പോകണമേ. ദൈവത്തിൻ്റെ വലിയ സ്നേഹം, കർത്താവായ യേശു കർത്താവിൻ്റെ വലിയ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൂട്ടായ്മയിൽ ഞങ്ങളുടെ മക്കളെന്ന് പോകണമേ. ആരും വന്നതുപോലെ മടങ്ങിപ്പോകരുതേ. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തിയോടെ മടങ്ങിപ്പോകണമേ കർത്താവേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ.